നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മോളിവുഡ് സെലിബ്രിറ്റികളുടെ ആഡംബര ഭവനങ്ങളുടെ അതിശയിപ്പിക്കുന്ന വില കേട്ടാൽ ഞെട്ടും. മലയാള നടന്മാർക്കെല്ലാം ഒരുവിധം ലാവിഷായിട്ടുള്ള ജീവിത രീതികളാണല്ലേ. അതിൽ അവർ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടുന്നത് ലക്ഷറി കാറുകളാണ്. അതോടൊപ്പം തന്നെ ലക്ഷറി വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും ഫ്ലാറ്റുകളും എല്ലാം ഉൾപ്പെടുന്നു. എന്നാൽ ചിലർ വിദേശത്ത് അവർ വീട് വാങ്ങുന്നു. വിശാലമായ മാളികകൾ മുതൽ പെൻ ഹൗസുകൾ വരെ. ഈ വീടുകളെല്ലാം തന്നെ ആഡംബര സൗകര്യങ്ങളാലും വിശിഷ്ടമായ അലങ്കാരങ്ങളാലും നിറഞ്ഞതാകുന്നു. അപ്പോൾ ഇതിൻ്റെ വില കൂടി കേട്ടാൽ ഞെട്ടും. മോഹൻലാലിൻ്റെ തേവരയിലെ വീട് വളരെ ആഡംബരത്തിനും സൗന്ദര്യത്തിനും വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം തുറന്നു കാട്ടുന്നു. ഇത് ഒരു ആഡംബര വാസസ്ഥലമാണ്. അരളിമരങ്ങളും ഭംഗിയുള്ള പുൽത്തകിടികളും ഉൾക്കൊള്ളുന്ന ഈ ബംഗ്ലാവ് 2022 നവീകരിച്ചത്. ഈ ആഡംബര വീടിന് ഏകദേശം 25 കോടിയിലേറെ അധികം വിലമതിക്കുന്നു. കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടവറായ ബുർജ് ഖലീഫയിൽ മോഹൻലാലിന് ഒരു അപ്പാർട്ട്മെൻറ്റ് കൂടി ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. കെട്ടിടത്തിൻ്റെ 29ാം നിലയിലാണ് അപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ വില വെളിപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ് മോഹൻലാലിൻ്റെ ആസ്തി $50 മില്യൺ. അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 410 കോടി രൂപ വരും. മമ്മൂട്ടി അടുത്തിടെ കൊച്ചിയിലെ കടവന്ത്രയിൽ ഏകദേശം 4 കോടി രൂപ വിലമതിക്കുന്ന ഒരു ബംഗ്ലാവ് താരം വാങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖർ സൽമാനുമായി സഹ ഉടമസ്ഥതയിലുള്ള ഈ വീട് ആഡംബരം നിറഞ്ഞതാകുന്നു. മമ്മൂട്ടിയുടെ മരുമകൾ അമൽ സൂഫിയ രൂപകൽപ്പന ചെയ്ത ഈ ബംഗ്ലാവ് വളരെ ആധുനികവും അതുപോലെ തന്നെ ആഡംബരം നിറഞ്ഞതുമാകുന്നു. ഏകദേശം 340 കോടി രൂപയോളം ആസ്തിയുള്ള മമ്മൂട്ടി മലയാള സിനിമയിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ്. ഒരു സിനിമയ്ക്ക് ഏകദേശം അദ്ദേഹം 10 കോടി രൂപയോളം വാങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ മലയാള ചലച്ചിത്ര നിർമ്മാതാവും നടനുമായ പൃഥ്വിരാജ് സുകുമാരൻ അടുത്തിടെ തനിക്കും ഭാര്യയ്ക്കുമായി മുംബൈയിൽ 17 കോടി രൂപയുടെ വീട് നേടിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ബാന്ദ്രയിലെ പോഷ് പാലി ഹിൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന പരിശ്രമം ബൈ റുസ്തോംജി പ്രോജക്റ്റിലെ ഒരു ഫ്ലാറ്റാണ് ഈ പ്രോപ്പർട്ടി. 2023 കണക്കനുസരിച്ച് $6.5 മില്യൺ, അതായത് ഏകദേശം 54 കോടി രൂപയോളം ആസ്തിയാണ് പൃഥ്വിരാജിനുള്ളത്. ബോധോദയത്തെയോ അല്ലെങ്കിൽ ഉണർവിനെയോ സൂചിപ്പിക്കുന്ന ബോധി എന്ന് പേരിട്ടിരിക്കുന്ന കൊച്ചിയിലെ ഒരു ആഡംബര മന്ദിരത്തിൻ്റെ ഉടമയാണ് ജയസൂര്യ. 15 കോടി രൂപയാണ് വീടിൻ്റെ മൂല്യം കണക്കാക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ തികഞ്ഞ ഒരു ആഡംബര വീട് തന്നെയാണ്. ജയസൂര്യയുടെ ആസ്തി ഏകദേശം 39 കോടിയോളം രൂപ വരുന്നു. ദുൽഖർ സൽമാൻ കൊച്ചിയിൽ 4 കോടിയോളം വില വരുന്ന ഒരു ആഡംബര ഭവനം സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം ദുബായിൽ $1.6 മില്യൺ മൂല്യം വരുന്ന ഒരു പെൻ ഹൗസിൽ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. പർഡ്യൂ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിസിനസ് മാനേജ്മെൻറ്റിൽ ബിരുദം നേടിയതിനു ശേഷം ദുബായിലെ ഒരു IT സ്ഥാപനത്തിൽ ജോലി ചെയ്ത ശേഷമാണ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. ദുബായിലെ 14 കോടി രൂപ വില വരുന്ന പെൻ ഹൗസിലും കൊച്ചിയിലെ കടവന്ത്രയിലെ 100 കോടിയോളം രൂപ വരുന്ന പ്രോപ്പർട്ടിയിലും ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഹോൾഡിങ്ങുകൾ കാണിക്കുന്നത് തൻ്റെ സമ്പന്നമായ ജീവിതശൈലിയാണ്. അദ്ദേഹത്തിൻ്റെ ആസ്തി ഏകദേശം 7 മില്യൺ, അതായത് ഏകദേശം 57 കോടി രൂപയോളം വരുന്നു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.